എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 വിഷുഫലം, അതായത് മേടമാസം തൊട്ട് മീനമാസം വരെയുള്ള ഫലങ്ങളാണ് വന്നിരിക്കുന്നത്. ഉത്രം നക്ഷത്രമാണ്. അപ്പോൾ നമുക്ക് ഉത്രം നക്ഷത്രത്തിന് 2024 വിഷുഫലം നമുക്ക് നോക്കാം. അപ്പോൾ മേടമാസത്തിൽ ഉത്രം നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു വരും. ഒരു ഉദാഹരണത്തിന് കൂട്ടുകാർ മുഖാന്തരം, ഇല്ലെങ്കിൽ വീട്ടുകാർ മുഖാന്തരം, ബന്ധുക്കൾ മുഖാന്തരം പല പല പ്രശ്നങ്ങൾ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ പോയിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്ന ഒരു മാസമാണ് മേടമാസം. അപ്പം ഉത്രം നക്ഷത്രക്കാർ പ്രത്യേകം അധികം ശ്രദ്ധിക്കുക. പല രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ, കൂട്ടുകാരിൽ നിന്നും എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരും. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാൻ പോകരുത്. വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. ഒപ്പം തന്നെ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മാറുന്നതിന് വേണ്ടി നമുക്ക് മഹാഗണപതി, അതായത് ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് 7 വലത്ത് വെച്ച് ഗണപതിക്ക് ഒരു നാളികേരം ഉടച്ച്, അതേപോലെ തന്നെ നെയ്വിളക്കം കത്തിക്കുമ്പോഴത്തേക്ക് ഈ ഒരു കർമ്മത്തിലുള്ള വിഘ്നങ്ങളും ദോഷങ്ങളൊക്കെ തീർന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും ഉത്തര നക്ഷത്രക്കാർക്ക്. ഒപ്പം തന്നെ ഇടവമാസത്തിൽ ഉത്തര നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് വീട്ടുകാർ, കുടുംബക്കാർ, ബന്ധുജനങ്ങൾ, പരിസരവാസികളായിട്ട് ഒരു വഴക്ക്, അതായത് കലഹം, കുടുംബ കലഹങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ, എങ്ങനെയുള്ള രീതിയിലൊക്കെ കുടുംബ പ്രശ്നങ്ങളൊക്കെ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കുടുംബകലഹങ്ങളും വഴക്കുകളൊക്കെ ഒരു അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യിക്ക്, ഇങ്ങനൊരു ദോഷമുണ്ട്. അപ്പോൾ നമ്മളും കൂടെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുക. ഒപ്പം തന്നെ ഇതിൻ്റെ രീതിയിലുള്ള കുടുംബകലഹം, വഴക്കുകൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ആവശ്യമില്ലാത്ത രീതിയിൽ വഴക്കുണ്ടാക്കും. ഒരാൾ പറയുന്ന കാര്യം ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, പരിസരവാസികളായിട്ട് വഴക്കിടുക, ബന്ധുക്കളായിട്ട് വഴക്കിടുക, അതൊക്കെ നമുക്ക് ചുമ്മാ നമ്മൾ വന്നില്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ദോഷം മാറാൻ വേണ്ടി നമ്മൾ ഭഗവതിക്ക് ചെയ്യേണ്ട ഏറ്റവും വളരെ ഒരു വഴിപാടാണ്, അതായത് രക്തഹാരമാലയും, അതായത് ചുമന്ന പട്ട് ദേവിക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു ദോഷങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകില്ല. അപ്പം അതിനൊരു പരിഹാരമായി അല്ലേ. വേറെ നമുക്ക് മിഥുനമാസത്തിൽ ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശരിക്കും പറയുവാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും. അതായത് ഇതുവരെ രോഗദുരിതങ്ങൾ അനുഭവിച്ച ഉത്രം നക്ഷത്രക്കാർക്ക് മിഥുനമാസത്തിൽ സന്തോഷിക്കുക. രോഗങ്ങളൊക്കെ മാറി, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ മാറി നമുക്ക് ആരോഗ്യം, ശരീരം നല്ല എനർജി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും അല്ലേ. ദുരിതങ്ങളൊക്കെ മാറും, ദോഷങ്ങളൊക്കെ മാറും. നല്ല സമയമാണ്. നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കാനും, കുട്ടികളിൽ നിന്നുള്ള സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കും. അപ്പോൾ ഈ ഒരു ദോഷങ്ങളും, ഇല്ലെങ്കിൽ ഈ ഒരു ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മാറാൻ വേണ്ടി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. മിഥുനമാസം പൊതുവെ ഉത്തരം നക്ഷത്രക്കാർക്ക് നല്ല ടൈം തന്നെ. ഇപ്പോൾ കർക്കിടക മാസവും ശാന്തി, സമാധാനം, സന്തോഷം, അതായത് പിതൃക്കളുടെ ദോഷമൊക്കെ മാറി നമുക്ക് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു മാസം തന്നെയാണ്. അതായത് തൊഴിലംഗത്ത് ഉള്ള ഉത്തരം നക്ഷത്രത്തിൽ വളരെ അധികത്തിലുള്ള പുരോഗതിയും സാമ്പത്തിക ലാഭങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തടസ്സങ്ങൾ വരുമെങ്കിലും കർക്കിടക മാസം വളരെ അധികം ഉത്തമമാണ് ശരിക്കും പറഞ്ഞാൽ ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ നമുക്ക് മാറാൻ വേണ്ടി നമ്മൾ പ്രീതിപ്പെടുത്തേണ്ട ദൈവം സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് സുബ്രഹ്മണ്യ മാലാമന്ത്ര അർച്ചന ചെയ്യുന്നത് ഈ ഒരു ദോഷം വളരെയധികം മാറിപ്പോകുന്നതായിരിക്കും. അപ്പോൾ സുബ്രഹ്മണ്യ മാലാമന്ത്ര അർച്ചന ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ നമുക്ക് പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഭക്തജനങ്ങൾ, ഈ ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ഞായറാഴ്ച ചെയ്യാം. ഒപ്പം തന്നെ ചിങ്ങമാസത്തിൽ ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും വിജയവും, ലാഭവും, സന്തോഷവും, ധനപരമായ കാര്യങ്ങൾക്കൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു മാസമാണ് ചിങ്ങമാസം. അപ്പോൾ ഈ ചിങ്ങമാസത്തിലെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി ചെത്തിപ്പൂ കൊണ്ട് സ്വയംവര മന്ത്ര അർച്ചന ദേവീക്ഷേത്രത്തിൽ നടത്തുന്ന വളരെയധികം ഉത്തമമായിരിക്കും. അപ്പം നമുക്ക് പല രീതിയിലുള്ള എത്ര സാമ്പത്തികം കിട്ടിയാലും സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാനും ദോഷങ്ങൾ മാറാനുമാണ് ചെത്തിപ്പൂ കൊണ്ട് സ്വയംവര മന്ത്ര അർച്ചന ചെയ്യുന്നത്. അപ്പോൾ ചിങ്ങമാസത്തിൽ സാമ്പത്തിക ലാഭം, തൊഴിലിന് പുരോഗതി, നമ്മൾ എന്ത് ബിസിനസ് കിട്ടിയാലും നമുക്ക് ലാഭങ്ങൾ കൊയ്തെടുക്കും. ഒപ്പം തന്നെ നമ്മൾ എന്ത് ബിസിനസ് മേഖലയിൽ ഇരുന്നാലും തന്നെ നമുക്ക് നഷ്ടങ്ങൾ ഒരിക്കലും ഉണ്ടായില്ല. നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വഴിപാടാണ് ഞാൻ പറഞ്ഞത് ചെത്തിപ്പൂ കൊണ്ട് സ്വയംവര മന്ത്ര അർച്ചന ചെയ്യുന്നത്. അപ്പോൾ ചിങ്ങമാസത്തിലെ ദോഷങ്ങളൊക്കെ ഒരു പരിധി ഉണ്ടാകും. ഒപ്പം തന്നെ കന്നിമാസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത്ര സുഖമല്ല. കന്നിമാസത്തിൽ വരുമ്പോൾ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. അതായത് നമ്മൾ സാമ്പത്തികം വരും, പക്ഷേ സാമ്പത്തികം കയ്യിലിരിക്കുന്നില്ല, നമുക്ക് നഷ്ടങ്ങൾ വരുന്നത്. അതായത് സാലറി കിട്ടുന്ന സമയത്താണെങ്കിലും സാമ്പത്തികം ഉള്ള സമയത്ത് അനാവശ്യമായ ചെലവുകൾ കൂടുന്നു. ഒരു ഉദാഹരണത്തിന് ഒരാളുടെ 50,000 രൂപ സാലറി കിട്ടുമെന്ന് വിചാരിക്കട്ടെ മാസം. പക്ഷേ ഈ 50,000 രൂപ കിട്ടുന്ന സമയത്ത് അങ്ങേർക്ക് ആശുപത്രി കേസ്, ഇല്ലെങ്കിൽ വണ്ടിക്ക് പണി വരുന്നത്, ഇല്ലെങ്കിൽ
വീട്ടിലുള്ളവർക്ക് ഹോസ്പിറ്റൽ കേസ് ചെന്ന് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്യാനും ഡോക്ടർക്ക് അങ്ങനെ പറയാം. പക്ഷെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് പൈസയ്ക്ക് ഭയങ്കരമായിട്ട് നഷ്ടങ്ങൾ വരുന്നത്. വീട്ടിൽ എത്ര സാധനം മേടിച്ചാലും ഒരു തികയുന്നില്ല, ഇല്ലെങ്കിൽ നമുക്ക് പൈസയ്ക്ക് അനാവശ്യമായ നഷ്ടങ്ങൾ നമ്മുടെ കയ്യിലേക്കൊന്നും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ മഹാലക്ഷ്മി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നെല്ല് കൊണ്ട് ലക്ഷ്മി ഹോമം ചെയ്യുന്ന, ഒപ്പം താമര കൊണ്ട് അശ്വാരോഹണം ചെയ്യുന്ന വളരെ അധികം ഉത്തമമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് വെച്ചാൽ സാമ്പത്തിക നഷ്ടം മാറി ഉള്ള പൈസ നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ അവരെ വളരെയധികം ഉത്തര നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നെല്ല് കൊണ്ട് ലക്ഷ്മി ഹോമം ചെയ്തു തരാൻ പറയുക, ഒന്നെങ്കിൽ അശ്വാരൂഢം കൊണ്ട് താമര കൊണ്ടുള്ള അർച്ചന. ഇത് നമുക്ക് 7 ആഴ്ച ചെയ്യുന്നതാണ്. ലക്ഷ്മി ഹോമം ഒരു ആഴ്ച ഒരൊറ്റൊരെണ്ണം ചെയ്താൽ മതി. നമ്മുടെ ഉത്രം നക്ഷത്രം വരുമ്പോഴത്തേക്ക് തുലാമാസത്തിൽ അവർക്ക് സാമ്പത്തിക ലാഭം തന്നെയാണ്. ധനങ്ങൾ വന്നുകൂടും. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സാമ്പത്തികം മെച്ചപ്പെടും. ഒപ്പം തന്നെ നമ്മുടെ തൊഴിലിന് നല്ല രീതിയിൽ പുരോഗതികൾ ഉണ്ടാകും. പുതിയ പുതിയ കൂട്ടുകാരെ കണ്ടെത്തും. നമുക്ക് എല്ലാത്തിൽ നിന്നും ലാഭങ്ങളും സന്തോഷങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടാണ് ദേവീക്ഷേത്രത്തിൽ കുങ്കുമം സമർപ്പിക്കുക. അത് സാധാരണ രീതിയിൽ കുങ്കുമം പാക്കറ്റോടെ വെക്കരുത്. ഒന്നെങ്കിൽ ഒരു മുന്തക്കകത്ത് കൊണ്ട് കൊടുത്തിട്ട് ആ മുന്ത നടക്കി വെച്ചിട്ട് ശാന്തി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് തിരിച്ചു തരും. അങ്ങനെ ചെയ്യുക. ഒന്നെങ്കിൽ ഒരു ഇലക്കകത്ത് കുങ്കുമം കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു തൂഷൻ ഇലക്കകത്ത് വേണം കുങ്കുമം കൊണ്ട് കൊടുക്കുക. മിക്ക ആൾക്കാരും കടയിൽ നിന്ന് മേടിച്ചിട്ട് ഈ പാക്കറ്റോടെ വെക്കരുത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളത് പൊട്ടിച്ച് വേണം വെക്കാൻ. അതൊരു തൂഷൻ ഇലക്കകത്ത് എന്തോരം കുങ്കുമം മേടിക്കുന്ന ആ ഒരു കുങ്കുമം തൂഷൻ ഇലക്കകത്ത് ഇട്ടിട്ട് ആ തൂഷൻ ഇലയുടെ കിഴക്ക് ഭാഗം, അതായത് ആ വാല് ദേവിയുടെ നേരെ ഇരിക്കണം. തൂഷനിലയുടെ അത് നേരെ ഇട്ടിട്ട് ഒരു വലത്ത് വെച്ച് കുങ്കുമം താഴെ പോകാതെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ദേവിയുടെ നടക്കി വെക്കുമ്പോൾ ഈ ഒരു ദോഷത്തിന് നമുക്ക് പരിഹാരമായി കിട്ടുന്നതാണ് തുലാമാസം. വൃശ്ചിക മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും ദോഷങ്ങളും ഒക്കെ മാറുന്നതാണ്. നല്ല രീതിയിൽ തന്നെ അവർക്ക് പഠനത്തിന് മുന്നോട്ട് പോകാം. ഒപ്പം തന്നെ യാതൊരു ദോഷങ്ങളും ഇല്ല. ഒപ്പം തന്നെ എല്ലാ ജനങ്ങൾക്കും പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കാനുള്ള അവസരങ്ങളുണ്ട്. നല്ലൊരു മാസമാണ് ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഈ ഒരു ദോഷമാണ് നമ്മൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നത്. അപ്പോൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടത് തലേദിവസം പോയി കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ്. അതൊരു തിരുമേനെ കണ്ട് പ്രത്യേകം പറയണം. ശനിദോഷത്തിന് വേണ്ടിയാണ് ശനിക്ക് കരിക്കിൻ്റെ അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തിരുമേനി ആ ഒരു രീതി കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നല്ലതുപോലെ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ ധനുമാസത്തിൽ ശത്രുദോഷത്തിനൊക്കെ ഒരു പരിധി വരെ പരിഹാരം കിട്ടുന്ന ഒരു മാസമാണ്. അതായത് നമ്മൾ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങൾ ഈ ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മനസ്സിലൊതുക്കും. അത് ആരോടും പറയത്തില്ല. എത്ര രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്വന്തം ഭാര്യയുടെ പോലും പറയാത്ത ഒത്തിരി പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ശത്രുദോഷങ്ങൾ കൊണ്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ധനുമാസത്തിൽ. അവരുടെ എല്ലാ വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ നടക്കും. അപ്പോൾ ധനുമാസം പൊതുവെ ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല രീതിയാണ്. അപ്പോൾ ഈ ഒരു ദോഷങ്ങളും തടസ്സങ്ങളും മാറാൻ വേണ്ടി എരിക്കിൻ്റെ പൂവുണ്ടോ, കൂവളത്തല ഉണ്ടോ, പടിഞ്ഞാട്ട് ഇരിക്കുന്ന ദർശനവാൻ നിൽക്കുന്ന ശിവക്ഷേത്രത്തിൽ അഹോര മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. ഒപ്പം തന്നെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ ദോഷകാഠിന്യങ്ങളൊക്കെ കുറഞ്ഞ് നമുക്ക് എല്ലാ വിധത്തിലുള്ള ഈശ്വരൻ്റെ ആയിട്ടുള്ള അനുഗ്രഹം കിട്ടുന്നതാണ് മകരമാസത്തിലെ ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് വീട് പൂർത്തീകരിക്കുക, അല്ലേ? അപ്പോൾ ആ വീട് പകുതിക്ക് വെച്ച് പണിത ആൾക്കാർ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ആ ഒരു ടൈമിൽ ജ്യോത്സ്യന്മാരോ ഇല്ലെങ്കിൽ വാസ്തു പറയുന്ന അവരെ കൊണ്ട് നോക്കുക, വരുത്തുവൊക്കെ നോക്കുക, സർപ്പഭൂമിയാണെന്നൊക്കെ നോക്കുക. ഇതിനൊക്കെ ഒരു പരിഹാരം ചെയ്തിട്ട് നമുക്ക് വീട് പണി, അതായത് മകരമാസത്തോടുകൂടി നമുക്ക് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു വീട് പണി ഏകദേശമൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ തുറന്നു വരും. അപ്പോൾ എന്തുകൊണ്ടും ഉത്തര നക്ഷത്രക്കാർക്ക് വീടിന് വേണ്ടിയുള്ള അപേക്ഷകളൊക്കെ സർക്കാരിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കൊടുക്കുക. അനുകൂലമായ തീരുമാനങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഒപ്പം തന്നെ ഉള്ള വീടുകൾ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാനുള്ള സാമ്പത്തികങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്ന് ഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മുടെ വീടിന് ഒഴിഞ്ഞ ഒരു വെള്ളിയുടെ അടുത്തുള്ള ദേശദേവത, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏത് ക്ഷേത്രമാണോ ആ ഒരു ക്ഷേത്രത്തിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നമ്മുടെ വീട് 3 തവണ വെള്ളിയുടെ ആഴൂപം മേടിച്ച് ഒഴിഞ്ഞ് വീട് ആരുടെ പേർക്കാണോ അവരുടെ പേർക്ക് ഇത് സമർപ്പിക്കുമ്പോൾ ഈ ഒരു തടസ്സങ്ങളും ദോഷങ്ങളും പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും മകരമാസത്തിൽ. ഒപ്പം തന്നെ കുംഭമാസത്തിലെ ഉത്തര നക്ഷത്രക്കാർക്ക് ഒത്തിരി യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. അതായത് ഒന്നുകിൽ ടൂറോ ഇല്ലെങ്കിൽ പുണ്യ യാത്രകൾ, ഇല്ലെങ്കിൽ അവർക്ക് എല്ലാ വിധത്തിലുള്ള കൂട്ടുകാരിൽ നിന്ന് സന്തോഷമായ അനുഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാസമാണ് കുംഭമാസം. അപ്പോൾ എല്ലാ വിധത്തിലും അവർക്ക് തടസ്സങ്ങളൊക്കെ നീങ്ങി നല്ല സന്തോഷമായ അനുഭവങ്ങൾ ബന്ധുക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്ന്, ഇപ്പോൾ കുടുംബക്കാരുകളൊക്കെ ഒന്നിച്ച് ടൂറ് പോകുന്ന അതിനുള്ള ഭാഗ്യങ്ങൾ, എല്ലാ രീതിയിലുള്ള ഒരു സന്തോഷമായ ഒരു അനുഭവം കിട്ടുന്ന ഒരു മാസമാണ് കുംഭമാസം. അപ്പോൾ ഇതിൻ്റെ ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പോൾ നെഗറ്റീവ് മാറി പോസിറ്റീവ് എനർജി ത്രിപുരസുന്ദരി അർച്ചന ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ
കുംഭമാസമല്ല, മീനമാസത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തടസ്സം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു മീനമാസത്തിലെ ഉത്തരം നക്ഷത്രങ്ങളുടെ തടസ്സം നീക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ശാസ്താവിന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന, അതായത് ശാസ്താവിൻ്റെ അഷ്ടോത്തരം കൊണ്ട് അർച്ചന നിങ്ങൾ. നമുക്ക് എല്ലാത്തിനും കർമ്മത്തിലൊരു തടസ്സം വരും. ഈ ഒരു കർമ്മ തടസ്സം നമ്മൾ മാറാൻ വേണ്ടി ശാസ്താവിരിക്കുന്ന ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഈ ഒരു വിഷുഫലം ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉത്തര നക്ഷത്രക്കാർക്ക് നല്ല വിഷുഫലം ചിലപ്പം ഫലങ്ങൾ നമുക്ക് കിട്ടാതെ വരും. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തിരിക്കുന്ന സർപ്പങ്ങൾക്ക് എണ്ണ കൊടുക്കാതിരിക്കുക, വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാതിരിക്കുക, രക്ഷസിന് പാൽപ്പായസം കൊടുക്കാതിരിക്കുക, ഒപ്പം തന്നെ അച്ഛൻ വഴിയും അമ്മ വഴിയും കുടുംബക്ഷേത്രങ്ങളിൽ ഒരു മാസം പോലും തൊഴാതിരിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വിഷുഫലത്തിലെ ജാതകത്തിലെ നല്ല നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകത്തില്ല. ഒപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേശദേവത പ്രീതിപ്പെടുത്തുക, വീടിൻ്റെ അടുത്ത് കാവോ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴുക. ഒപ്പം തന്നെ അച്ഛൻ വഴിയും അമ്മ വഴിയും ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഒരു മാസമെങ്കിലും പോയി കണ്ടു തൊഴുത് അനുഗ്രഹം മേടിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ മാറില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഉപാസനമൂർത്തി ഉപാസിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഉപാസനമൂർത്തിയുടെ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമുക്ക് ആ ഉപാസനമൂർത്തിയുള്ള വിശ്വാസത്തിൽ വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഉത്തര നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും വിഷുഫലം നല്ലതാണ്. അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാനുള്ള പരിഹാരങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഏത് ഈശ്വരനാണ് വിശ്വസിക്കുന്നത് ആ ഈശ്വരനെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് രീതിയാണെങ്കിലും നമ്മുടെ ദോഷങ്ങൾ മാറിയാൽ മതി അല്ലേ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അത് യുക്തിപൂർവ്വം വിശ്വാസത്തോടുകൂടെയൊക്കെ ചെയ്യും, ഈശ്വരനെ വിശ്വസിച്ച്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള ഭക്തങ്ങൾക്ക് വഴിപാടുണ്ടെങ്കിൽ അതും ചെയ്യാം. പക്ഷേ ഓവറായിട്ടുള്ള വഴിപാടുകളും ഹോമങ്ങളും ചെയ്ത് പൈസകൾ കളയാതിരിക്കുക, അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി നേർച്ചകളും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഈശ്വരൻ കൂടെ ഉണ്ട്. അപ്പോൾ ഉത്തര നക്ഷത്ര പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.